കൊല്ലം മൈനാഗപ്പള്ളി അപകടത്തിൽ ഡോക്ടർ ശ്രീകുട്ടിയുമായി തെളിവെടുപ്പ് നടത്താൻ പോലീസ് സംഘം എത്തിയിരിക്കുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വലിയ ജനരോഷം പ്രതിക്ക് നേരെ ഉണ്ടാകുന്നുണ്ട്. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് തെളിവെടുപ്പ് നടത്താനാകാതെ പോലീസ് നേരത്തെ മടങ്ങിയിരുന്നു. പ്രദേശത്ത് നിന്ന് പിരിഞ്ഞുപോകാൻ നാട്ടുകാർ ഇപ്പോഴും തയ്യാറായിട്ടില്ല. പ്രതിക്ക് നേരെ വലിയ ജനരോഷം, വലിയ പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായ പശ്ചാത്തലത്തിലാണ് നേരത്തെ തെളിവെടുപ്പ് നടത്താതെ അന്വേഷണ സംഘം മടങ്ങിയത്. 2 ദിവസത്തേക്കാണ് പ്രതികളെ കസ്റ്റഡിയിൽ കിട്ടിയിരിക്കുന്നത് പോലീസിന്. ഈ കാലയളവിൽ പരമാവധി ഈ സംഭവം നടന്ന സ്ഥലത്തെത്തിക്കുക, അതുപോലെ ഈ പ്രതികൾ ഓടിക്കയറിയ വീട്ടിലെത്തി തെളിവെടുപ്പ് നടത്തുക എന്നുള്ള സാധാരണയുള്ള നടപടികളിലേക്ക് കടക്കാനാണ് പോലീസ് തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ വലിയ ജനരോഷം ഈ പ്രതികൾക്ക് നേരെ ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കുന്നു. നാട്ടുകാർ ഇപ്പോഴും പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. വലിയ ജനക്കൂട്ടം അവിടെ തമ്പടിച്ചിട്ടുണ്ട്. അരുൺരാജ് വിവരങ്ങളുമായി ചേരുന്നു. അരുൺരാജ്, നേരത്തെ പ്രതിഷേധത്തെ തുടർന്ന് പോലീസ് സംഘം മടങ്ങിയതാണ്, ഇപ്പോൾ വീണ്ടും എത്തുകയാണോ? എന്താണ് സാഹചര്യം? റീജിത്ത്, ഇപ്പോൾ പോലീസ് എത്തിയിരിക്കുന്നത് ഈ കേസിലെ 2ാം പ്രതിയായ ശ്രീകുട്ടിയുമായാണ്. ഈ അനൂർക്കാവിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ട സ്വാഭാവികമായ കാര്യം ഇപ്പോൾ ഈ ശ്രീകുട്ടിയെ ഇവിടെ എത്തിക്കേണ്ട കാര്യമുണ്ട്. കാരണം ഈ കേസിൽ ഈ കാറിൽ ആ സമയം ഉണ്ടായിരുന്നത് ശ്രീകുട്ടിയാണ്. അതുകൊണ്ട് ഇതിൽ ശ്രീകുട്ടിയുടെ ഒരു വിശദീകരണം, ശ്രീകുട്ടിയുടെ ഭാഗത്തു നിന്നുള്ള തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതാണ് പോലീസ് ഇക്കാര്യത്തിൽ പ്രധാനമായും ചെയ്യുന്നത്. എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥർ ഈ നാട്ടുകാരുമായി സംസാരിക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ ഈ തെളിവെടുപ്പ് നടപടികൾ പൂർത്തിയാക്കുക എന്നുള്ളതാണ് പോലീസിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യം. കാരണം 2 ദിവസത്തെ കസ്റ്റഡി മാത്രമാണ് നിലവിൽ പോലീസിന് ഉള്ളത്. ഈ 2 ദിവസത്തെ കസ്റ്റഡിക്കുള്ളിൽ ഈ തെളിവെടുപ്പടക്കം പൂർത്തിയാക്കേണ്ടതായ വസ്തുതയാണ് പോലീസിനെ സംബന്ധിച്ച് നിലവിലുള്ളത്. അത് പോലീസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. ഈ ശസ്താംകോട്ട സബ് ഇൻസ്പെക്ടർ അടക്കമുള്ളവർ ഈ നാട്ടുകാരുമായി സംസാരിക്കുകയാണ്. ഈ നാട്ടുകാരുമായി സംസാരിച്ച ഒരു അനുനയ നീക്കം, അത് ഈ തെളിവെടുപ്പടക്കം പൂർത്തിയാക്കുന്നതിന് നാട്ടുകാരുടെ ഭാഗത്തു നിന്നൊരു സഹകരണമാണ് നിലവിൽ പോലീസ് ഉദ്ദേശിക്കുന്നത്. അത് ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് പോലീസ് നോക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഈ ഉന്നത ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച ശേഷം, നാട്ടുകാരുമായി അടക്കം സംസാരിച്ച ശേഷം ഇവിടുന്ന് മടങ്ങുന്ന കാഴ്ചയാണ്. കാരണം ഈ തെളിവെടുപ്പ് നടപടികൾ പൂർത്തിയാക്കാൻ പോലീസിന് ഇപ്പോഴും കഴിയുന്നില്ല. ഈ നാട്ടുകാരുമായി സംസാരിക്കുന്നു, പലകുറി സംസാരിക്കുന്നു. പക്ഷേ അപ്പോഴും ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള അതീവ രോക്ഷമാണ്. ആ രോക്ഷത്തെ മറികടന്നുകൊണ്ട് തെളിവെടുപ്പ് അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കാൻ കഴിയാതെ പോലീസ് സംഘം മടങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും ഈ 2 ദിവസത്തിനുള്ളിൽ ഇനി എങ്ങനെയാണ് പോലീസിന്റെ നീക്കം, ഈ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടത് അനിവാര്യതയാണ് പോലീസിനെ സംബന്ധിച്ച്. അതിനി എങ്ങനെയെന്നുള്ളതാണ് ഈ കാത്തിരുന്ന് കാണേണ്ടത്. അരുൺരാജാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പ്രേക്ഷകർ ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ശ്രീകുട്ടിയെ പോലീസ് വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറക്കാൻ കഴിഞ്ഞിട്ടില്ല. വലിയ രീതിയിലുള്ള ജനരോഷം അവിടെ ഇപ്പോഴും തുടരുന്ന നിലയാണുള്ളത്. പക്ഷേ പോലീസിനെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ കോടതിയിൽ നിന്ന് 2 ദിവസത്തെ കസ്റ്റഡി മാത്രമാണ് അനുവദിച്ച് കിട്ടിയിട്ടുള്ളത്. അതിനോടകം ആ 2 ദിവസത്തിനുള്ളിൽ തന്നെ സ്ഥലത്തെത്തിച്ചുള്ള തെളിവെടുപ്പ്, വിവരശേഖരണം അത് പോലീസിന് പൂർത്തിയാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ ജനരോഷത്തെ തുടർന്ന് മടങ്ങിപ്പോയെങ്കിലും വീണ്ടും ആ സ്ഥലത്തേക്ക് എത്താനുള്ള ശ്രമം പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. പക്ഷേ ഇപ്പോഴും അവിടെ പ്രതിയെ ഇറക്കിക്കൊണ്ടുള്ള ഒരു തെളിവെടുപ്പ് സാധ്യമല്ല എന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്. പോലീസ് വീണ്ടും മടങ്ങിപ്പോകുന്നു എന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൊല്ലം മൈനാഗപ്പള്ളി അപകടത്തിൽ ഡോക്ടർ ശ്രീകുട്ടിയുമായി തെളിവെടുപ്പ് നടത്താൻ പോലീസ് സംഘം എത്തിയതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. നാട്ടുകാരുടെ വലിയ പ്രതിഷേധത്തെ തുടർന്ന് തെളിവെടുപ്പ് നടത്താനാകാതെ പോലീസ് മടങ്ങുകയാണ്. അരുൺരാജ് തുടരുന്നുണ്ട്. അരുൺരാജ്, പോലീസ് സംഘം മടങ്ങി, എങ്ങനെയാണോ അരുൺരാജ്? റിജിത്ത്, തീർച്ചയായും ഇന്നത്തെ തെളിവെടുപ്പ് പോലീസ് ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുന്നു. ഇന്നിനി പ്രതികളുമായി തെളിവെടുക്കേണ്ട എന്ന തീരുമാനമാണ് നിലവിൽ പോലീസ് കൈക്കൊണ്ടിട്ടുള്ളത്. കാരണം ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഇത്രയധികം ജനം ഈ സ്ഥലത്ത് ഇപ്പോൾ തമ്പടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി തെളിവെടുപ്പ് നടത്തുക പ്രതികളുടെ സുരക്ഷയടക്കമുള്ള കാര്യങ്ങളെ ബാധിക്കുമെന്നുള്ളതാണ് പോലീസിന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തെളിവെടുപ്പിന് ഇപ്പോൾ തുടരേണ്ടതില്ല, ഇന്നത്തേക്ക് താൽക്കാലികമായി അവസാനിപ്പിക്കുന്നു എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഈ ജനം പിരിഞ്ഞു പോയ ശേഷം പിന്നീട് ഏതെങ്കിലും സമയത്ത് ഇവിടേക്ക് എത്തിച്ച് തെളിവെടുപ്പടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കാനായിരിക്കും ഇനി പോലീസ് ശ്രമിക്കുക. എന്തായാലും ഇന്നത്തെ തെളിവെടുപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പോലീസ് സംഘത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ തെളിവെടുപ്പ് നടപടികൾ ആദ്യഘട്ടത്തിൽ 2 തവണയാണ് അജ്മലിനെ ഈ സ്ഥലത്തേക്ക് പോലീസ് എത്തിച്ചത്. പക്ഷേ ഈ 2 തവണയും തെളിവെടുപ്പ് പൂർത്തിയാക്കാൻ പോലീസിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നീടാണ് ഈ 2ാം ഘട്ടത്തിന് ഒടുവിലാണ് ശ്രീകുട്ടിയെ ഈ സ്ഥലത്തേക്ക് എത്തിച്ചത്. ഡോക്ടർ ശ്രീകുട്ടിയെ എത്തിച്ച് തെളിവെടുപ്പ് നടത്താൻ പോലീസ് ശ്രമം നടത്തിയെങ്കിലും അതും പോലീസിനെ സംബന്ധിച്ച് കഴിഞ്ഞില്ല. ഈ ഭാഗത്താണ്, ഇവിടെയാണ് വാഹനം അപകടത്തിൽപ്പെട്ടത്. സ്വാഭാവികമായും പ്രതികളുമായി ഈ ഭാഗത്തെത്തി തെളിവെടുപ്പ്
തെളിവെടുക്കുക, ഏത് ഭാഗമാണെന്ന് പോലീസിന് കാണിച്ചു കൊടുക്കുക, അത് മഹസറിൽ രേഖപ്പെടുത്തുക. ഇത്രയും സ്വാഭാവികമായ നടപടിയാണ് നടത്താനുള്ളത്. പക്ഷേ അത്തരം കാര്യങ്ങൾക്ക് പോലും പറ്റുന്നില്ല. കാരണം ജനം അത്രത്തോളം വൈകാരികമായി ഈ വിഷയത്തെ സമീപിച്ചിരിക്കുകയാണ്. ഒരു വേദന, ഈ വിട്ടുപോയതിന്റെ വേദന കുഞ്ഞുമോളെ സംബന്ധിച്ച് കുഞ്ഞുമോളുടെ കുടുംബാംഗങ്ങളടക്കം ഇവിടെ നിരവധിയായി ഉണ്ട്. അത് അവരുടെ അടക്കം ഈ സ്ഥലത്തേക്ക് ഇവിടെ എത്തിച്ചേർന്നിരുന്നു. ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ആ രോക്ഷത്തെ മറികടന്ന് തെളിവെടുപ്പ് അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കാൻ കഴിയാതെയാണ് പോലീസ് സംഘം എന്തായാലും ഇന്നത്തെ തെളിവെടുപ്പ് നടപടികൾ ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇനി പോലീസ് കസ്റ്റഡിയിൽ ഇന്ററോഗേഷൻ അടക്കമുള്ള നടപടികളാണ്. പ്രതികളുമായി ഇന്ന് പോലീസ് ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യും. ഇതിനുശേഷമായിരിക്കും പോലീസ് ഇനി എങ്ങനെയാണ് ഇവിടേക്ക് പ്രതികളെ എത്തിക്കേണ്ട സാഹചര്യമുണ്ടെങ്കിൽ അത് എങ്ങനെയെന്ന കാര്യത്തിൽ ഇനിയായിരിക്കും തീരുമാനമെടുക്കുക. ഒരുപക്ഷെ രാത്രിയോ പുലർച്ചെയോ ഇവിടേക്ക് എത്തിച്ച് തെളിവെടുപ്പ് അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കി മടങ്ങുക എന്നുള്ളതായിരിക്കും പോലീസിനെ സംബന്ധിച്ച് ഏകയുള്ള വഴി. അല്ലാതെ ഈ ജനരോക്ഷത്തെ മറികടന്നുകൊണ്ടുള്ള തെളിവെടുപ്പ് നടത്തില്ല. അത് പോലീസിന് കൃത്യമായി തന്നെ അറിയാം. എന്തായാലും നിലവിൽ പോലീസ് സംഘം മടങ്ങുന്ന കാഴ്ച നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. ഈ പോലീസിന് അകമ്പടി സേവിച്ചെത്തി, പ്രതികൾക്ക് അകമ്പടി സേവിച്ചെത്തിയ പോലീസ് സംഘം പൂർണ്ണമായി ഇവിടുന്ന് മടങ്ങുകയാണ്. വലിയ പോലീസ് സന്നാഹത്തെ ഉപയോഗിച്ച് ഈ തെളിവെടുപ്പ് നടത്താൻ ശ്രമം നടത്തിയെങ്കിലും അത് കഴിയാൻ പോലീസിന് സാധിച്ചില്ല. എന്തായാലും പൂർത്തിയാകാതെയുള്ള മടക്കമാണ് പോലീസിനെ സംബന്ധിച്ച്. തെളിവെടുപ്പ് നടത്താൻ കഴിഞ്ഞില്ല. എന്തായാലും ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ ഇവിടേക്ക് എത്തിച്ച് ഒരുപക്ഷെ ഇന്ന് രാത്രിയോ നാളെ പുലർച്ചെയോ ഇവിടേക്ക് എത്തിച്ച് തെളിവെടുപ്പ് നടത്തി മടങ്ങുക എന്നുള്ളതായിരിക്കും പോലീസിനെ സംബന്ധിച്ച് ഏകയുള്ള മാർഗം. കാരണം കോടതിയിൽ ഈ കേസ് എത്തുമ്പോൾ ഈ അപകടം നടന്ന സ്ഥലത്ത് എവിടെയാണോ അപകടം നടന്നത് ആ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. അത് സ്വാഭാവിക നടപടിക്രമങ്ങളുടെ ഭാഗമാണ്. അത് പൂർത്തിയാക്കിയായിരിക്കും പോലീസ് എന്തായാലും ഈ 2 ദിവസത്തിനുള്ളിൽ പ്രതികളെ തിരിച്ച് കോടതിക്ക് മുമ്പാകെ എത്തിക്കുക. അതിനു മുമ്പ് പ്രതികളെ ചോദ്യം ചെയ്യേണ്ടതായ വസ്തുതകൾ നിലവിലുണ്ട്. ആ ചോദ്യം ചെയ്യലടക്കമുള്ള നടപടികൾ ഇന്ന് രാത്രി മുതൽ ഉണ്ടാകും എന്നുള്ളതാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. കൊല്ലം മൈനാഗപ്പള്ളി അപകടത്തിൽ ഡോക്ടർ ശ്രീകുട്ടിയുമായി തെളിവെടുപ്പ് നടത്താനുള്ള പോലീസിന്റെ ശ്രമം, സംഭവസ്ഥലത്ത് എത്തിച്ച് തെളിവെടുപ്പ് നടത്താനുള്ള പോലീസിന്റെ ശ്രമം പരാജയപ്പെട്ടിരിക്കുകയാണ്. 2 ദിവസത്തെ കസ്റ്റഡി കാലാവധിയാണുള്ളത്. അതുകൊണ്ട് തന്നെ സംഭവസ്ഥലത്ത് എത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടത് പോലീസിന്റെ സ്വാഭാവിക നടപടിക്രമമാണ്. ഒരുപക്ഷെ രാത്രിയിലോ പുലർച്ചെയോ ഒക്കെ പ്രതികളെ അവിടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്താനുള്ള സാധ്യതയും ഈ ഘട്ടത്തിൽ തള്ളിക്കളയാൻ കഴിയില്ല. വലിയ പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായി.